പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതിൻ്റെ സമ്മറിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പബ്ലിക് എക്സാമിന് ഏകദേശം 10 മാർക്കിൽ അധികവും അതുപോലെ തന്നെ ഫസ്റ്റ് ടേം എക്സാമിനേഷന് 20 മാർക്കിലധികവും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഒന്നാമത്തെ ചാപ്റ്റർ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫഷണൽ ബോഡീസ്, ലൈബ്രറീസ് തുടങ്ങിയവ. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്യുക, അതുപോലെ തന്നെ സർവീസ് ടു സ്പെസിഫിക് ഗ്രൂപ്പ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സെട്ര. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് വരുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് റെക്കോർഡ്സുകളാണ് ഒന്ന് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, രണ്ടാമത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഈ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നാണ്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള റെസീവ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യപ്പെടുന്ന അക്കൗണ്ടാണ് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആവാം. അതുപോലെ തന്നെ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അവസാനിക്കുന്നത് ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഇതിൽ ഡെബിറ്റ് സൈഡിനകത്ത് എല്ലാ തരത്തിലുള്ള റെസീവ്സും ക്രെഡിറ്റ് സൈഡിനകത്ത് എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റും വരും. എല്ലാ തരത്തിലും എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ റെസീവ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ റവന്യൂ റെസീവ്സും റവന്യൂ പേയ്മെൻറ്റ്സും ഈ അക്കൗണ്ടിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ ഓൺലി ആക്ച്വൽ ക്യാഷ് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. ക്യാഷിൽ ഉള്ള റെസീവ്സ് മാത്രം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ നോൺ ക്യാഷ് ഐറ്റംസ്, എക്സാമ്പിൾസ് ഡിപ്രീസിയേഷൻസ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് എ ക്യാഷ് ബുക്ക്. അതായത് പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് ഉള്ള ക്യാഷ് ബുക്കിന് സമാനമായിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്തുള്ള അക്കൗണ്ടാണ് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് റവന്യൂ ഐറ്റംസ് വരാം. റവന്യൂ ഐറ്റംസിനകത്തുള്ള ആനുവൽ സബ്സ്ക്രിപ്ഷൻ, മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻസ്, അഡ്മിഷൻ ഫീസ്, നോട്ട് ക്യാപിറ്റലൈസ്ഡ്, ഹാൾ റെന്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ലോക്കർ റെന്റ്, ക്ലോക്ക് റൂം റെന്റ്, അതുപോലെ തന്നെ റെസീറ്റ് ഫ്രം സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് തുടങ്ങിയവ. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസീവ്സുകളായിട്ടുള്ള ഡൊണേഷൻ ഫ്രം ഔട്ട്സൈഡേഴ്സ് ഓർ മെമ്പേഴ്സ് ഫോർ സ്പെസിഫിക് പർപ്പസ്, ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ, സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ലെഗസീസ് ഫോർ സ്പെസിഫിക് പർപ്പസ് തുടങ്ങിയ ക്യാപിറ്റൽ റിസീവ്സും അതുപോലെ തന്നെ റവന്യൂ പേയ്മെൻറ്റ്സുകളായ സാലറി, വേജസ്, ട്രാവലിംഗ് അലവൻസ്, റെന്റ്, ടാക്സസ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ് മുതലായ റവന്യൂ പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സിനകത്ത് വരുന്ന കൺസ്ട്രക്ഷൻ എക്സ്പെൻസ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ഫർണിച്ചർ, ഓഫീസ് എക്യുപ്മെന്റ് എക്സെട്ര, പർച്ചേസ് ഓഫ് ബുക്സ് ഫോർ ലൈബ്രറീസ് തുടങ്ങിയ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഇതിനകത്ത് വരും. രണ്ടാമത് വരുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രധാനമായിട്ടും വരക്കുന്നത് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് വരക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമായിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് വരക്കുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ളത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് റവന്യൂ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് വരുള്ളൂ. അതായത് റവന്യൂ റെസീവ്സ്, റവന്യൂ
പേയ്മെന്റ്സും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് വരുള്ളൂ. സാധാരണയായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന T ഫോമിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ആണ്. അതായത് കറന്റ് ഇയേഴ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അലോൺ ആർ ഷോൺ. ഓൾസോ റവന്യൂ റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ ആൻഡ് ഫ്യൂച്ചർ ഇയേഴ്സ് ആർ ടു ബി അഡ്ജസ്റ്റഡ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഇൻകത്തിൻ്റെയും എല്ലാ ട്രീറ്റ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് വരും. പക്ഷേ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്തിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും വരില്ല. കാരണം അവിടെ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് സിസ്റ്റമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരില്ല. പക്ഷേ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് എല്ലാ അതായത് കറണ്ട് ഇയറിനകത്തുള്ളതും പ്രീവിയസ് ഇയറിനകത്തുള്ളതും അതുപോലെ തന്നെ സക്സീഡിങ് ഇയറിനകത്തുള്ള എമൗണ്ടൊക്കെ അക്കൗണ്ടിനകത്ത് വരും. പക്ഷേ അങ്ങനെയുള്ള എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് വരില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റെസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തുടങ്ങുന്ന ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. അത് ഒന്നുകിൽ ക്യാഷ് ആയിരിക്കാം അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കാം. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് അങ്ങനെയുള്ള ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. രണ്ടാമത് റെസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിന് സമാനമായിട്ടുള്ള അക്കൗണ്ടാണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമായിട്ടുള്ള അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് വരില്ല. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും അതിനകത്ത് വരും. അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് റെസീവ്സ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് ഫോളോ ചെയ്യുന്നത് ക്യാഷ് ബേസിസ് ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് അക്രൂവൽ ബേസിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റെസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി ഇതിൽ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമത്തെ ഒരു 10-12 വിഷയങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സബ്സ്ക്രിപ്ഷൻസ് എന്നുള്ളത്. സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ നമ്മൾ നോർമലി നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ക്വസ്റ്റ്യനകത്ത് ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ്റെ വാല്യൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്തുള്ള ക്രെഡിറ്റ് സൈഡിൽ, അതായത് ഇൻകം സൈഡിനകത്ത് നമ്മൾ കാണിക്കും. പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് ആണെങ്കിൽ, അതായത് സബ്സ്ക്രിപ്ഷൻ ഫോർ എന്ന് പറഞ്ഞിട്ട് ടൂർണമെന്റ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് അങ്ങനെയാണ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്താണ് സാധാരണയായിട്ട് കാണിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ ആണ്. ഡൊണേഷന്റെ കേസിൽ നമ്മൾ സാധാരണ ഡൊണേഷൻ ആണെങ്കിൽ, അതായത് ഡൊണേഷൻ ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ ആ ജനറൽ ഡൊണേഷന്റെ വാല്യൂ എന്താണ്, വാല്യൂ നമ്മുടെ അതിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ, എമൗണ്ട് ലാർജ് എമൗണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുകയും, അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്ത് കാണിക്കുകയും, അതുപോലെ തന്നെ ജനറൽ ഡൊണേഷന്റെ വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട് കുറവാണെങ്കിൽ ആ വാല്യൂ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. ഇനി ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ ലൈബ്രറി തുടങ്ങിയവയാണെങ്കിൽ അത് വരുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്താണ് കാണിക്കുന്നത്. അതായത് അതിനെ ക്യാപിറ്റൽ ഐറ്റം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ നെക്സ്റ്റ് വരുന്ന ഒരു വിഷയമാണ് ഗ്രാന്റ് എന്നുള്ളത്. ഗ്രാന്റ് നമ്മൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന്, ലോക്കൽ ബോഡീസിൽ നിന്നും ഗ്രാന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗ്രാന്റിനെ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കുന്നു. ഇനി സ്പെസിഫിക് പർപ്പസിലുള്ള ഗ്രാന്റ് ആണെങ്കിൽ, അതായത് ഗ്രാന്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് അങ്ങനെയുള്ള ഗ്രാന്റിലാണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നു, അത് ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലെഗസീസ് എന്നുള്ളത്. ലെഗസീസ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺസിനെയാണ് ലെഗസീസ് എന്ന് വിളിക്കുന്നത്. ആ ലെഗസീസ്
ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അതായത് അതുകൊണ്ട് തന്നെ അതിന് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്താണ് ലെഗസീസിന്റെ വാല്യൂ കാണിക്കുന്നത്. ഇനി ലെഗസീസിന്റെ വാല്യൂ വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ലെഗസീസിന്റെ എമൗണ്ട് വളരെ ചെറുതാണെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആയിട്ടും നമ്മളതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന് എന്താണ് ക്യാപിറ്റലൈസ് നോർമലി നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാറാണ് പതിവ്. ഇനി എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞത് എൻഡോമെന്റ് ഫണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ റിസീവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുന്നു. ഇനി എൻട്രൻസ് ഫീസിന്റെ കേസിൽ അതിനെ ക്യാപിറ്റൽ ആയിട്ടും അതുപോലെ തന്നെ റവന്യൂ ആയിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് കുട്ടികൾ അതിനെ ക്യാപിറ്റൽ ആയിട്ടും ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റവന്യൂ ആയിട്ടും ട്രീറ്റ് ചെയ്യുക. പക്ഷെ നിർബന്ധമായിട്ടും താഴെ നോട്ട് കൊടുക്കുക, അത് ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു അതുപോലെ തന്നെ റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നോട്ട് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്തും കാണിക്കുന്നു. അതായത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻകം ആയിട്ടും, ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പെൻഡിച്ചർ ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കുന്നു. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസിന് മുകളിൽ എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കുന്നു. അടുത്ത വരുന്നതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ്, അതുപോലെ തന്നെ ഗ്രാസ്, അതിനൊക്കെ നമ്മൾ എന്താണ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കുന്നു. നെക്സ്റ്റ് വരുന്നൊരു ഐറ്റമാണ്, കൺഫ്യൂഷൻ ആവുന്ന ഒരു ഐറ്റമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്നുള്ളത്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്നാണ് ക്വസ്റ്റിനകത്തുള്ളതെങ്കിൽ അത് നിർബന്ധമായിട്ടും ക്യാപിറ്റലൈസ് ചെയ്യുക. അതായത് അത് ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഇതിനകത്ത് ഒരു എക്സാമ്പിൾസ് പറഞ്ഞ ടൂർണമെന്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട്, എൻഡോമെന്റ് ഫണ്ട്, ചാരിറ്റി ഫണ്ട് മുതലായ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസസും അതുപോലെ തന്നെ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻകമോ ഉണ്ട് എങ്കിൽ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മളത് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്ത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്ത് ആ ഫണ്ടിൽ നിന്ന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ കൺസേൺഡ് ഫണ്ടിൽ നിന്നുള്ള എക്സ്പെൻസ് കുറയ്ക്കുകയും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന്റെ വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. എക്സാമിന് പലപ്പോഴും വരാൻ സാധ്യതയുള്ള ചോദ്യ മേഖലയിൽ വരുന്നതാണ് ഈ ഓരോ സ്പെസിഫിക് ഐറ്റംസിനകത്തും ഓരോ ഐറ്റവും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഓരോ ഐറ്റം അത് വെദർ ക്യാപിറ്റൽ ആണോ അതുപോലെ തന്നെ റവന്യൂ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ പലപ്പോഴും എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കാം. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസസ് ആണെങ്കിൽ അതിന് സർപ്ലസ് എന്നും എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ആണെങ്കിൽ അതിന് ഡെഫിസിറ്റും എന്നാണ് പറയാറ്. ഈ സർപ്ലസും ഡെഫിസിറ്റും നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുകയും ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യുകയുമാണ് സാധാരണ ചെയ്യാറ്. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യ മേഖലയാണ് സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിങ് ദ ഇയർ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അതിന്റെ ബേസിൽ നിന്ന് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷന്റെ ബേസിനകത്ത് എത്ര എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്തേക്ക് കാണിക്കേണ്ടത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഇതിൽ വരാൻ സാധ്യതയുള്ളത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് അതിനകത്ത് വരാൻ സാധ്യതയുള്ളത്. ഒന്നാമത് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കറന്റ് ഇയറിലും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കറന്റ് ഇയർ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറന്റ് ഇയറിനകത്തുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷന്റെ വാല്യൂ
ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കറന്റ് ഇയറിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുക. കറന്റ് ഇയറിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രീവിയസ് ഇയറിനകത്തുള്ളത്. അതായത് പ്രീവിയസ് ഇയറിനകത്തുള്ള ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ വാല്യൂ ഉണ്ട് എങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ വാല്യൂ ഡിഡക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനകത്ത് ഉണ്ട് എങ്കിൽ ആ വാല്യൂ ആഡ് ചെയ്യുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് പലപ്പോഴും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എക്സാമിന് പഠിക്കുമ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഈ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. ഇതിനകത്ത് നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻസ്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും വരക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പെക്യുലർ ഐറ്റംസും കൃത്യമായി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.